Good morning, one and all. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൺസ്യൂമേഴ്സ് ആർ ദ കിങ് ഓഫ് ദ ബിസിനസ്. കൺസ്യൂമേഴ്സിന് ഒരു ബിസിനസ് ഡീലിങ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അവരുടെ ഗ്രീവൻസസിനുള്ള കോമ്പൻസേഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ലഭിക്കുന്നതാണ്. ഇൻ ഡീറ്റെയിൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത് 1986 വളരെ ഈസി ആയിട്ട് ഫാസ്റ്ററായിട്ട് കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ഗ്രീവൻസസ് അതർവൈസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കിട്ടുന്നതാണ്. സോ ഈ ആക്ട് അവരെ എൻകറേജ് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു കൺസ്യൂമേഴ്സിനെ ഫോർ ടു സ്പീക്ക് അഗെയിൻസ്റ്റ് ഇൻസഫിഷ്യൻസി ആൻഡ് ഫ്ലോസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിലോ അല്ലെങ്കിൽ ഗുഡ്സിലോ അല്ലെങ്കിൽ അവർ കൈപ്പറ്റുന്ന എന്തെങ്കിലും സർവീസസിലോ എന്തെങ്കിലും ഇൻസഫിഷ്യൻസിയോ ഫ്ലോസോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സ്പീക്ക് ചെയ്യാനുള്ള കൺസ്യൂമേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന ഒരു ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ട്രേഡേഴ്സോ മാനുഫാക്ചറേഴ്സോ എന്തെങ്കിലും ഇല്ലീഗൽ ട്രേഡ് ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിന് റൈറ്റ് ഉണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ. The primary motivation of this forum is to bestow aid to both the parties and eliminate lengthy lawsuits. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 രണ്ട് പാർട്ടീസിന്, ബിസിനസ്മാൻ ആയിക്കോട്ടെ കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ, രണ്ട് പാർട്ടീസിനെ പ്രൈമറിലി മോട്ടിവേറ്റ് ചെയ്യാണ്. എങ്ങനെ? ഒരുപാട് ലെങ്തി ലോസ്യൂട്ടിൽക്കൊന്നും പോവാതെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തമ്മിലുള്ളത് പരിഹരിക്കാൻ ഈ ആക്ട് പ്രകാരം സാധിക്കുന്നതാണ്. This protection act covers all goods and services of our public, private or cooperative sectors except those exempted by the central government. This act provides a platform for a consumer where they can file their complaint and the forum takes action against the concerned supplier and compensation granted to the consumer for the hassle he or she has encountered. ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ നിയമസാധുത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കുന്ന പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ആയിക്കോട്ടെ, അവിടെ കൺസ്യൂമർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തെങ്കിലും ആ കൺസ്യൂമറിന് നേരിടേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കംപ്ലയൻസ് ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യുക കംപ്ലൈൻറ്റ്. എന്നിട്ട് ആരാണോ ഏത് കൺസേൺ സപ്ലയേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ആ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും അതിനോടനുബന്ധിച്ച് ആ കൺസ്യൂമർ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കുവാൻ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി സാധ്യമാണ്. So these all are about the Consumer Protection Act. Next, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിനുള്ള റൈറ്റ്സ്, എന്തൊക്കെയാണ് അവർക്കുള്ള അവകാശങ്ങൾ, ആൻഡ് വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ദേ വാണ്ട് ടു ബി ഡൺ, അവരെന്തൊക്കെ ചെയ്യണം, അത് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമുക്ക് റൈറ്റ് നോക്കാം. മെയിനായിട്ട് റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് കോമ്പൻസേഷൻ. സോ വാട്ട് ഇസ് മീൻ ബൈ റൈറ്റ് ടു സേഫ്റ്റി? നമ്മളൊരു സാധനം വാങ്ങിക്കുന്നതിന് മുൻപ് കൺസ്യൂമർ ചെക്ക് ചെയ്യണം വാട്ട് ഇസ് ദ ക്വാളിറ്റി, വാട്ട് ഇസ് ദ ഗ്യാരണ്ടി ഓഫ് ദി ഗുഡ്സ്. ദിസ് ഷുഡ് ഐഡിയലി പർച്ചേസ് എ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ലൈക്ക് ISI ഓർ അഗ്മാർക്ക്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക, സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ കസ്റ്റമേഴ്സ് നോക്കുക. അപ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ എന്താ പറയുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നതിന് പോലെ നമ്മളായിട്ട് എന്ത് ചെയ്യുക, ഒരു ശ്രദ്ധ പുലർത്തുക. നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ഗ്യാരണ്ടി ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിക്കുക, നമ്മൾ സേഫ്റ്റി എൻഷുർ ചെയ്യുക. ദെൻ അനദർ വൺ ഈസ് റൈറ്റ് ടു ചൂസ്. ഒരുപാട് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഉണ്ട് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മളുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. തേർഡ് വൺ, റൈറ്റ് ടു ബി ഇൻഫോംഡ്. The buyer should be informed with all the necessary details of the products, make her or him act wise and change the buying decision. ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അയാൾക്ക് അറിയേണ്ടുള്ള എല്ലാ നെസസറി ഡീറ്റെയിൽസും അറിയാൻ, ടു ബി ഇൻഫോംഡ് ആവാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ക്വറീസ് ഉണ്ടെങ്കിൽ വി കൻ ആസ്ക് ടു അവർ with a salesman or the manufacturer or the businessman about that particular product. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരികയാണ് നമ്മുടെ ആഗ്രഹത്തിന് ഒപ്പമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ബൈയിങ് ഡിസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ റൈറ്റ് ടു ബി ഇൻഫോംഡ് ഈസ് അനദർ റൈറ്റ് ഓഫ് എ കൺസ്യൂമർ. Next point, right to consumer education.
Consumers should be aware of his or her rights and avoid exploitation. Ignorance can cost them more. കൺസ്യൂമറിന് എന്താ പറയുക, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. കൺസ്യൂമറിന് എല്ലാ കാര്യങ്ങളും അവരുടെ റൈറ്റ് എന്താണ്, മറ്റുള്ളവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് നമ്മൾ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനുള്ളൊരു ഇത്. അതുപോലെ ഒരുപാട് എന്താ പറയുക അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് പ്രശ്നത്തിലേക്ക് വരാതിരിക്കാൻ കൺസ്യൂമറിന് എപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ്, റൈറ്റ് ടു ബി ഹേർഡ്. ദിസ് മീൻസ് ദ കൺസ്യൂമർ വിൽ ഗെറ്റ് ഡ്യൂ അറ്റൻഷൻ ടു എക്സ്പ്രസ് ദെയർ ഗ്രീവൻസസ് അറ്റ് suitable forum. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുള്ള കൺസ്യൂമറിനെ ഹിയർ ചെയ്യാനും അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രീവൻസസ് എക്സ്പ്രസ് ചെയ്യാനൊരു സ്യൂട്ടബിൾ ഫോറം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം അവൈലബിൾ ആണ്. അനദർ വൺ, റൈറ്റ് ടു സീക്ക് കോമ്പൻസേഷൻ. The defines that consumer has the right to seek redress against unfair and inhumane practices or exploitation of the consumer. ഈ ഒരു ഇതിൽ എന്താ അത് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, കൺസ്യൂമറിന് അവർക്കെതിരായിട്ട് നടന്നിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള ഇൻഹ്യൂമാൻ ആയിട്ടുള്ള പ്രാക്ടീസസോ അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ അവർക്ക് എത്ര കോമ്പൻസേഷൻ അവർക്ക് വന്ന നഷ്ടത്തിന് അനുസൃതമായിട്ടുള്ളൊരു കോമ്പൻസേഷൻ നേടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിന് ഉണ്ട്. നെക്സ്റ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി കൺസ്യൂമർ. Responsibility to be aware, responsibility to think independently, responsibility to speak out, responsibility to comply, responsibility to be an ethical consumer. So first one, responsibility to aware. A consumer has to be mindful of the safety and quality of products and services before purchasing. ഒരുപാട് നിഷ്കളങ്കമായിട്ട് യാതൊന്നും അറിയാതെ കുറേ ക്യാഷ് കൊടുത്ത് സ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കൂട്ടുന്നതിന് പകരം വളരെ എന്താ പറയുക നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ വളരെ അലേർട്ടായിട്ട് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് എന്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സും സർവീസസും അക്വയർ ചെയ്യുക. സോ അത് കൺസ്യൂമറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, നല്ല അവെയർ ആയിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. Another one, to think independently. Consumer concerned about what they want and need and therefore make independent choices. വേറെ പലരും പറയുന്നതിനനുസരിച്ച് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബുദ്ധിമുട്ടാകുന്നതിന് പകരം നമ്മൾ തിങ്ക് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണം അതിനനുസൃതമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ടു സ്പീക്ക് ഔട്ട്. Buyers should be fearless to speak out their grievances and tell traders what they exactly want. നമുക്ക് എന്താ പറയുക, നമ്മൾ ആസ് ടോൾഡ് ബിഫോർ, കൺസ്യൂമേഴ്സ് ആർ ദ കിങ് ഓഫ് ദി ബിസിനസ്. സോ ഫിയർലെസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കണം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സ്പീക്ക് ഔട്ട് ചെയ്യണം, ട്രേഡേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കണം, നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറയാം. റെസ്പോൺസിബിലിറ്റി ടു കംപ്ലൈൻ. കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്തെങ്കിലും ഒരു ഗുഡ്സിന്നോ സർവീസസിന്നോ എന്തെങ്കിലും എന്താ പറയുക ഡിസാറ്റിസ്ഫാക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കംപ്ലൈൻ ചെയ്യണം എന്നുള്ളത് കൺസ്യൂമറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ സാരല്ല പറഞ്ഞു വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ബിസിനസ്മാൻ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുക. സോ വി വാണ്ട് ടു പോയിന്റ് ഔട്ട് വാട്ട് എവർ ദ മിസ്റ്റേക്ക് or whatever any dissatisfaction faced by us in because of any businessman, we are very frank to tell them. അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, മുൻപോട്ട് വരണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിൽ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആവുള്ളൂ. ദെൻ ലാസ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ടു ബി ആൻ എത്തിക്കൽ കൺസ്യൂമർ. They should be fair and not engage themselves with any deceptive practices. ഒരു എത്തിക്കൽ ആയിട്ടുള്ള കൺസ്യൂമർ ആവുക, ഫെയർ ആയിട്ടുള്ള ഡീലിങ്സ് ചെയ്യുക, ഒരു ഡിസെപ്റ്റീവ് പ്രാക്ടീസസിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, എൻഗേജ്ഡ് ആവരുത്. നെക്സ്റ്റ് സ്ലൈഡ്, ഹൗ ടു ഫയൽ എ കംപ്ലൈൻറ്റ്. എങ്ങനെയാണ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാണ്. വിത്തിൻ 2 years ഓഫ് പർച്ചേസിങ് ദി പ്രൊഡക്ട്സ് ഓർ സർവീസ് ദ കംപ്ലൈൻറ്റ് ഷുഡ് ബി ഫീൽഡ്. ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിയിട്ട് 2 വർഷത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യണം. കൺസ്യൂമർ കറക്റ്റായിട്ട് പ്രോബ്ലം മെൻഷൻ ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. This can be an exchange or replacement of the product, compensation for mental or physical torture. However, the declaration needs to be reasonable. എന്ത് പ്രോബ്ലംസ് ആണ്, എന്ത് ഡീറ്റെയിൽസ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടൊരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. All the relevant received bills should be kept and attached to the complaint letter. ഏത് കടയിൽ നിന്ന് വാങ്ങി ആ കടയിൽ നിന്ന് കിട്ടിയ ബില്ല്, അതിന് കൊടുത്ത റെലവൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് റെസിപ്റ്റ്സ്, അതൊക്കെ ഈ കംപ്ലൈൻറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം.
Then a written complaint should be sent to the consumer forum by email, registered post, fax or hand delivered. Acknowledgement is important and should not be forgotten to receive. നമ്മളൊരു കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്തു, ബേസ് ഇമെയിൽ ആയിക്കോട്ടെ, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിക്കോട്ടെ, ഹാൻഡ് ഡെലിവേർഡ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു റെസ്പോൺസ്, ഒരു അക്നോളജ്മെൻറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നതിന് നമ്മളത് മറക്കരുത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ദ കംപ്ലൈൻറ്റ് ക്യാൻ ബി ഇൻ എനി പ്രിഫേർഡ് ലാംഗ്വേജ്. നിങ്ങൾക്ക് അറിയുന്ന തരത്തിലുള്ള ഏതൊരു ലാംഗ്വേജിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഹയറിംഗ് ഓഫ് എ ലോയർ ഈസ് നോട്ട് റിക്വയർഡ്. ഒരു ലോയർ മുഖാന്തരം തന്നെ ഇത് ചെയ്യാൻ പാടൂ എന്നൊന്നും ഇല്ല. ഇഫ് യു ആർ എഡ്യൂക്കേറ്റഡ് ടു മൂവ് എ കംപ്ലൈൻറ്റ് എഗെയിൻസ്റ്റ് എനിത്തിങ് ഹാപ്പൻ ടു യു, അതിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒരാളുടെ ഒരു സപ്പോർട്ട് വേണമെന്ന് നിർബന്ധമില്ല. ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഷുഡ് സെൻഡ് ആൻഡ് റിസീവ് ഷുഡ് ബി കെപ്റ്റ്. നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യുക ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുമ്പോൾ. അതേപോലെ നമ്മൾ എന്തെല്ലാം റിസീവ് ചെയ്യണം അത് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഇൻ ഇന്ത്യ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. ദ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, അബ്രിവിയേഷൻ NCDRC. India is a semi-legal commission in India that was set up in 1988 under Consumer Protection Act of 1986. It is administrative center is in New Delhi. Commission is headed by a sitting or retired judge of Supreme Court of India. Commission is of how headed by Justice R.K. Agarwal, previous adjudicator of Supreme Court in India. NCDRCയുടെ പ്രകാരം നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ ഒരു സെമി ലീഗൽ കമ്മീഷൻ ഇന്ത്യയാണ്. 1988 ഇത് സെറ്റപ്പ് ചെയ്തത്. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ന്യൂഡൽഹിയിലാണ്. ഇതിന് റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഇതിനെ കമ്മീഷൻ ഹെഡ് ചെയ്യുക. ദെൻ സെക്ഷൻ 21 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 1980 പ്രകാരം നാഷണൽ കൺസ്യൂമർ വിൽ ഹാവ് ജൂറിസ്ഡിക്ഷൻ to engage an objection valued more than 1 crore and furthermore have appellate and revisional purview from the set of state commission or the district forum by and large. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റിൻ്റെ വേർത്ത് പറയുന്നത് 1 കോടിക്ക് മുകളിലാണെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ലെവലിലോ സ്റ്റേറ്റ് ഫോറത്തിലോ അല്ല അത് പോവുക, അത് നാഷണൽ ലെവലിലേക്കാണ്, നാഷണൽ കൺസ്യൂമർ കോർട്ടിലേക്കാണ് അത് പോവുക. Then section 23 of the Consumer Protection Act 1986 gives that any individual aggrieved by a request or an order for NCDRC might favor an appeal against such a request to the Supreme Court of India within time 30 days. എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഒരു ഓർഡർ NCDRCക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അപ്പീലിനോട് ബേസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള റെസ്പോൺസ് വരാൻ മിനിമം 30 days എടുക്കും. Next, the objects of Central Consumer Protection Council and State Consumer Protection Council are to promote and protect the right of consumer. എന്തിനാണ് ഈ ഒരു ഫോറം അല്ലെങ്കിൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം നാഷണൽ ലെവൽ, സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ആൻഡ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഇതിൻ്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്തിനാണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, അങ്ങനെ വല്ല കംപ്ലയൻസും ഉണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് വരാൻ അവരെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, സോ അതിലേക്ക് വരുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ് പറയുന്നത് റൈറ്റ് ടു ബി പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെ ജീവനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുന്ന തരത്തിൽ എന്തെങ്കിലും ഗുഡ്സ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സർവീസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ നമുക്ക് അതിനുള്ള അവകാശം ഉണ്ട്. ദെൻ എൻഷുർ ഫെയർ, കോമ്പറ്റീറ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ മാർക്കറ്റ് that work well for consumers and promote ethical business practices. വളരെ ഫെയർ ആയിട്ടുള്ള, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ മാർക്കറ്റ്സ് ഉണ്ടാവണം. അവരെങ്ങനെ വർക്ക് ചെയ്യണം, അവരുടെ ബിസിനസ് പ്രാക്ടീസസ് വളരെ എത്തിക്കലായിട്ട് പ്രൊമോട്ട് ചെയ്യണം. കൺസ്യൂമേഴ്സിന് ഗുഡായിട്ട് വേണം അവരെന്ത് ചെയ്യേണ്ടത്, പെർഫോം ചെയ്യേണ്ടത്. തേർഡ് വൺ, ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. The right to seek redressal against unfair trade practices or restrictive trade practices or unscrupulous exploitation of consumers. കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന്, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസിൽ നിന്ന്, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിൽ നിന്ന് ഒരു റീഡ്രസൽ, അതിന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൺസ്യൂമർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇത്തരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും നിലവിലുള്ളത്. Next one, the essential provisions of the Consumer Protection Act 2019 are Consumer Protection Councils.
The Act established consumer protection councils to protect right of consumers at both national and state level. Consumer Protection Council കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ്. അടുത്ത ഫസ്റ്റ് വൺ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. Under Chapter 2, Section 3 of Consumer Protection 2019, Central Government shall establish Central Consumer Protection Council, which is known as Central Council. It is an advisory body and the Central Council must consist of the following members. Then Minister in charge ഉണ്ടാവും, Department of Consumer Affairs Central Government will be appointed as the chairperson of the council. And any member of official or non-official members representing necessary interest under the Act. The Central Council may meet as and when necessary. However, they must hold at least one meeting every year. The purpose of Central Council is to protect and promote the interest of consumer under Act. Central Council വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നടക്കും. അതല്ല ഹവർ അറ്റ്ലീസ്റ്റ് ഒരു മീറ്റിംഗ് എല്ലാ വർഷവും അവരെന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈ സെൻട്രൽ കൗൺസിൽ അവർ കൂടുന്നത് കൺസ്യൂമേഴ്സിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. എവറി സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുണ്ട്. അതിനെയാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിലായിരിക്കും. ഓരോ സ്റ്റേറ്റിൻ്റെയും ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിൽ ഒരു സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ടാവും. അത് പോപ്പുലർലി അറിയപ്പെടുന്നത് സ്റ്റേറ്റ് കൗൺസിൽ എന്ന പേരിലാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് കൗൺസിൽ ഒരു അഡ്വൈസറി ബോഡി ആയിരിക്കും. അതിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺസ്യൂമർ അഫയേഴ്സ് ഡീൽ ചെയ്യുന്ന മിനിസ്റ്റർ ഇൻചാർജ് ആണ് ഈ ഒരു കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരിക. അതേപോലെ ഏതെങ്കിലും എനി നമ്പർ ഓഫ് ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് നെസസറി ഇൻട്രസ്റ്റ് അണ്ടർ ദി ആക്ട്. ഈ ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനി നമ്പേഴ്സ് ഓഫ് ഒഫീഷ്യൽസിനോ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനോ ഇതിൻ്റെ ഒരു ഭാഗഭാഗത്താവാൻ പറ്റുന്നതാണ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ് മേ ആൾസോ അപ്പോയിന്റ് നോട്ട് ലെസ് ദാൻ 10 മെമ്പേഴ്സ് ഫോർ ദിസ് പർപ്പസ് ഓഫ് ദി ആക്ട്. അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു സ്റ്റേറ്റ് കൗൺസിൽക്ക് അവരുടെ ഇതിൽ നിന്ന് ഒരു മിനിമം ഒരു 10 മെമ്പേഴ്സിനെങ്കിലും അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ദെൻ സ്റ്റേറ്റ് കൗൺസിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് നമ്മളിപ്പോൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറഞ്ഞു, സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറഞ്ഞു. മൂന്നാമതായിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ കൗൺസിലാണ്. അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ ആക്ടിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഓരോ ജില്ലയ്ക്കും വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അതിനെ ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് പറയുന്നു. ഡിസ്ട്രിക്ട് കൗൺസിലിൽ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടർ ആയിരിക്കും. അതുപോലെ ഈ ഒരു ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എനി മെമ്പേഴ്സിനും ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഹൗ ഡു കൺസ്യൂമേഴ്സ് ബെനിഫിറ്റ് ഫ്രം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019? എത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് കൺസ്യൂമേഴ്സിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കിട്ടുന്നത്? ഇറ്റ് എ സിഗ്നിഫിക്കൻറ്റ് പീസ് ഓഫ് ലെജിസ്ലേഷൻ. ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദ കൺസ്യൂമേഴ്സ്. ആക്ട് വൈഡൻ സ്കോപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ റിഗാർഡിംഗ് റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സും കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള സ്കോപ്പ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ മേൽ വരുന്ന അവർ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് വൺ അൺഫെയർ കോൺട്രാക്റ്റ് ആണ്. സെക്ഷൻ 246 ഓഫ് ദ ആക്ട് പ്രകാരം അൺഫെയർ കോൺട്രാക്ട് എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ Contract requires excessive security deposits to be given by consumer for the performance of contractual obligation. However, inclusion of unfair contracts in the Act would enable the consumer to file complaints in such case and would also keep the fraudulent businesses in check. കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അധികം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ് പോയിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ഈ ഒരു ഫ്രോഡുലന്റ് ബിസിനസ്സിന് എതിരായിട്ട്. അതിനാണ് അൺഫെയർ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആണ്. The Act enables the consumer to file complaints where the complainant resides or personally was for gain. Thus, it would benefit the consumers in seeking redressal for their grievances when their rights have been violated. ഒരു ടെറിട്ടോറിയൽ കൺസ്യൂമേഴ്സിന് ഈ ഒരു ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിന് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. വേർ ദി കംപ്ലൈൻറ്റൻറ്റ് റിസൈഡ്സ് ഓർ പേഴ്സണലി വാസ് ഫോർ ഗെയിൻ. കംപ്ലൈനൻറ്റ് എന്താ പറയുക ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ദസ് ഇറ്റ് വുഡ് ബെനിഫിറ്റ് ദ കൺസ്യൂമേഴ്സ് ഇൻ സീക്കിംഗ് റീഡ്രസൽ ഫോർ ദെയർ ഗ്രീവൻസസ്. കൺസ്യൂമേഴ്സിന് അതിൻ്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ റൈറ്റ്സ് എന്തെങ്കിലും വയലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ്. ആൻഡ് തേർഡ് വൺ, ഫാൾസ് ആൻഡ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്. എന്തെങ്കിലും ബിസിനസ് മാൻ എന്തെങ്കിലും ഒരാളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ
തെറ്റായ വല്ല അഡ്വർടൈസ്മെന്റും കൊടുത്ത് അതിൽ വീണിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സിൽ എന്തെങ്കിലും ബിസിനസ്മാൻ കൺസ്യൂമർ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഈ ഒരു കോർട്ടിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് സ്ട്രിക്റ്റ് പെനാൾട്ടീസിന് വേണ്ടിയിട്ട് ഓർഡർ വരുന്നതാണ്. ദെൻ പ്രൊഡക്റ്റ് ലയബിലിറ്റി. ഈ ഒരു ആക്ട് പ്രകാരം പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ duty of this product manufacturer, service provider, seller to compensate for any harm caused to consumer by such defective product or service ഈ പ്രൊവൈഡഡ് ടു ദ കൺസ്യൂമർ. കൺസ്യൂമേഴ്സിന് ബിസിനസ്മാൻ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ ഏതെങ്കിലും സർവീസോ ഡിഫക്റ്റീവ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് ലയബിലിറ്റിക്കെതിരെ കൺസ്യൂമേഴ്സിന് കോർട്ട് മുഖാന്തരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ മുഖാന്തരം മൂവ് ചെയ്യാവുന്നതും അവരുടെ ഒരു ഗ്രീവൻസിന് എതിരായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അറ്റൈൻ ചെയ്യാവുന്നതുമാണ്. And another one, mediation and alternative dispute resolution. Act enables the consumer to opt for mediation and alternative dispute resolution mechanism for speedy and effective settlement of consumer disputes. കൺസ്യൂമറിന് നേരിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 or 2019 പ്രകാരം മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു മീഡിയേറ്റേഷന് അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസത്തിന് എന്താ പറയുക അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഫോർ ദി സ്പീഡായിട്ട് അവർക്ക് അവരുടെ പ്രോബ്ലത്തിന് അവരുടെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സിനെ സെറ്റിൽ ചെയ്യാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയേഷനെ ഒരു അൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനോ വേണ്ടി ആവശ്യപ്പെടാവുന്നതാണ്. ഫയലിംഗ് ഓഫ് കംപ്ലൈൻസ് ആക്ട് ആൾസോ ഫെസിലിറ്റേറ്റ്സ് ഫയലിംഗ് ഓഫ് ദ കംപ്ലൈൻസ് ആൻഡ് സീക്കിംഗ് വീഡിയോ കോൺഫറൻസ് ഹിയറിംഗ്സ് ബൈ ദ കമ്മീഷൻ, thus providing convenient means for the consumers to watch their grievances. എവിടെ നിന്നുള്ള ഒരാളുകൾക്കും ഒരു ഫയലിംഗ് ചെയ്യാവുന്നതാണ്. വീഡിയോ കോൺഫറൻസ് വഴി കമ്മീഷൻ അത് കേൾക്കാവുന്നതാണ്. നമ്മൾ ആ ഒരു ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിൽ അവിടെ തന്നെ ബൈ പേഴ്സണലി പോകുന്നതിനപ്പുറം ഒരു വീഡിയോ കോൺഫറൻസ് വഴി നമുക്ക് നമ്മളുടെ പ്രോബ്ലംസ് പറയാവുന്നതാണ്. അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രകാരം കേൾക്കുന്നതുമാണ്. നെക്സ്റ്റ് ഒരു ഹെഡ് വരുന്നത് എക്സ്പാൻഡ് ESIC എന്നാണ്. ESIC പറഞ്ഞാൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ലോസോ office or wages during the period of his abstention from work due to sickness, maternity and employment injury. ഒരാൾ ജോലി ചെയ്യുമ്പോൾ രോഗം കൊണ്ടോ അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് ഇഞ്ചുറി ആൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ ടൈമിൽ ഒരു കോമ്പൻസേഷൻ ആയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് സീക്ക് ചെയ്യാവുന്നതാണ്. ദിസ് സ്കീം പ്രൊവൈഡ്സ് മെഡിക്കൽ കെയർ ടു ഹിസ് ഓർ ഹെർ ഫാമിലി മെമ്പേഴ്സ് ആൾസോ. ESIC പ്രകാരം അവരുടെ ഫാമിലി മെമ്പേഴ്സിനും മെഡിക്കൽ കെയർ കിട്ടുന്നതാണ്. സോ അതിന് പറഞ്ഞ പേരാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. സോ ദീസ് ഓൾ അബൌട്ട് അവർ ടോപ്പിക്.